Hi all. Kerala Engineering Architecture Medical KEAM 2023 എക്സാമിലേക്കുള്ള ആപ്ലിക്കേഷൻസ് വിൻഡോ ഓപ്പൺ ആയിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഈ മാർച്ച് 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ആപ്ലിക്കേഷൻ വിൻഡോ ഈ വരുന്ന ഏപ്രിൽ 10 വരെയാണ് സമയമുള്ളത്. നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ്സ് ചെയ്യാനുള്ള സമയം 20 വരെയുമാണുള്ളത്. അപ്പം പേയ്മെൻ്റ് അടക്കം കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് ഏപ്രിൽ 10 വരെയാണ്. ഇനി വരുന്ന സീരീസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി, അതേപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് ആയിട്ടുള്ള ഡൗട്ടുകൾ, കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് ആയിട്ടുള്ള ഡൗട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യലാണ് ശരിക്കും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിലുള്ള കൺഫ്യൂഷൻസ് ജസ്റ്റ് ഒന്ന് മാറ്റാൻ അതിനാണ് ഈ വീഡിയോ ശ്രമിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ നേറ്റിവിറ്റി പ്രോബ്ലംസിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാം. ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം 3 കാറ്റഗറിയിലായിട്ടാണ് നേറ്റിവിറ്റി നമ്മുടെ കീമിൻ്റെ പ്രോസ്പെക്ട്സിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് നിങ്ങൾ ഒരു കേരളൈറ്റ് ആണോ, കേരളൈറ്റ് ഉണ്ട്. പിന്നെ നോൺ കേരളൈറ്റിൻ്റെ 2 കാറ്റഗറീസ്. ഈ 3 കാറ്റഗറീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും നിങ്ങൾ സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റ് പറയുകയാണ് ശരിക്കും ഈ വീഡിയോയുടെ ഉദ്ദേശം. ഫസ്റ്റ് നമുക്ക് കേരളൈറ്റ് ആരാണ്, അല്ലെങ്കിൽ കേരളൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രോസ്പെക്ട്സിൽ പ്രത്യേകം പറഞ്ഞാൽ കേരളീയൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ കേരളൈറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന ആൾ, അതായത് വിദ്യാർത്ഥി, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസോ കേരളത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കേരളൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ അവർ പറയുന്നൊരു കാര്യം, കേരളൈറ്റ് അല്ല, അതായത് കേരളത്തിൽ ജനിച്ച ഒരാളല്ല, എന്നാൽ അഖിലേന്ത്യ, ദാറ്റ് ഈസ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടുള്ള കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മക്കൾ, അവരെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കേരളൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അഖിലേന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരുടെ മക്കളെയാണ് ഇൻ കേസ് കേരളീയരല്ലാത്തവരെ, കേരളത്തിൽ ജനിക്കാത്തവരെ കേരളീയരായിട്ട് പരിഗണിക്കുക. ഈ 3 കാറ്റഗറിയിൽ പെടുന്നവരാണ് കേരളൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ കേരളൈറ്റ്സിൻ്റെ നിങ്ങളുടെ നേറ്റിവിറ്റിയിൽ എന്ത് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളോ നിങ്ങളുടെ പേരൻസോ കേരളത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നാണ്. ഒന്നാമത്തത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്. നിങ്ങൾ കേരളത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്. SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഉദ്ദേശം അവിടെ പ്ലേസ് ഓഫ് ബർത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അതാണ് ഒന്നാമതായി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം. ഇൻ കേസ് നിങ്ങളൊരു CBSE സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരൻസിൻ്റെ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നിങ്ങളും നിങ്ങളുടെ പേരൻസും തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഫോർ എക്സാമ്പിൾ റേഷൻ കാർഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ SSLC സർട്ടിഫിക്കറ്റും, അവിടെ നിങ്ങളുടെ പേരൻസിൻ്റെ ജനിച്ച സ്ഥലം ഉണ്ടായിരിക്കണം, SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ നിങ്ങളും നിങ്ങളുടെ പേരൻറ്റും തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ്. നെക്സ്റ്റ്, നിങ്ങളുടെ പേരൻസിനും SSLC സർട്ടിഫിക്കറ്റ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ പേരൻസിൻ്റെ പാസ്പോർട്ടും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളും പേരൻറ്റും തമ്മിൽ റിലേഷൻ സൂചിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്. ഇതൊക്കെ ഓറാണ്, ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതിയാവും. ഇൻ കേസ് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കേരളത്തിൽ ജനിച്ച പ്രൂവ് ചെയ്യുന്ന ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനാണ് കേരളത്തിൽ ജനിച്ച പ്രൂവ് ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങളും നിങ്ങളുടെ പേരൻറ്റും തമ്മിൽ റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റും കൂടെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങൾ ജനിച്ച സ്ഥലം കേരളമാണ് എന്ന് വില്ലേജ് ഓഫീസറോ തഹസിൽദാറോ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരളൈറ്റിൻ്റെ കാറ്റഗറി ഞാൻ പറഞ്ഞു. കേരളൈറ്റിൽ പെടുന്ന ഒരാൾ അപ്ലോഡ് ചെയ്യേണ്ട നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോൺ കേരളൈറ്റ് കാറ്റഗറിയിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നോൺ കേരളൈറ്റിൽ ഒബ്വിയസ്ലി NK1 എന്നാണ് കാറ്റഗറി നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾ കേരളത്തിൽ ജനിച്ച ഒരാളായിരിക്കില്ല, പക്ഷേ താഴെ പറയുന്ന ഏതെങ്കിലും കണ്ടീഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നോൺ കേരളൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ നേറ്റിവിറ്റി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. സോ നമുക്ക് ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, നിങ്ങളുടെ +2 വരെയുള്ള പഠന കാലയളവിൽ നിങ്ങൾ 5 വർഷം കേരളത്തിൽ താമസിച്ചവരായിരിക്കണം, 5 വർഷം കേരളത്തിൽ പഠിച്ചവരായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോൺ കേരളൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ
നിങ്ങളുടെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരള ബോർഡിൻ്റെ അണ്ടറിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളെ ഇവൻ ദോ നിങ്ങൾ കേരളത്തിൽ ജനിച്ച ഒരാളല്ലെങ്കിൽ പോലും നോൺ കേരള കാറ്റഗറിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ മകനോ മകളോ ആണെങ്കിൽ നിങ്ങളെ നോൺ കേരളയായിട്ട് കൺസിഡർ ചെയ്യും. അവിടെ ഒരു കണ്ടീഷനുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അതേപോലെ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവരും കേരളത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം. കൂടാതെ ഈ പഠിച്ച നിങ്ങൾ കേരള ബോർഡിൻ്റെ അണ്ടറിൽ പഠിച്ചവരായിരിക്കണം. നിങ്ങൾ കേരളത്തിൽ ജനിച്ച ഒരാളല്ല, എന്നാൽ നിങ്ങളുടെ പേരൻസ് കേരള സർക്കാരിന് വേണ്ടി മിനിമം 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ള ഒരു ആളാണെങ്കിൽ, പ്ലസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആൾ കേരള ബോർഡിൽ പഠിച്ചവരുമാണെങ്കിലും നിങ്ങൾ നോൺ കേരളൈറ്റ് കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാറ്. അപ്പം നിങ്ങളൊരു നോൺ കേരളൈറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട നേറ്റിവിറ്റി പ്രൂഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഞാനിനി പറയാൻ പോകുന്നതിൽ ഏതെങ്കിലും ഒരു പ്രൂഫായിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ കേരളൈറ്റ്സ് ആരൊക്കെയാണ്, അപ്പോൾ അത് തെളിയിക്കാനുള്ള പ്രൂഫ്സ് ആയിരിക്കും നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നോക്കുക, നിങ്ങളുടെ പേരൻ്റ് കേരളത്തിൽ ജനിച്ച ഒരാളല്ല, കേരളൈറ്റ് അല്ല എന്നുള്ള ഒരാളാണ്. പക്ഷേ കേരള ഗവൺമെൻറ്റിന് വേണ്ടി കേരളത്തിന് പുറത്തോ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലോ, സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അവിടെ ഉള്ള എംപ്ലോയി സർട്ടിഫിക്കറ്റ്, ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനീൻ്റെ, അല്ലെങ്കിൽ ഏത് സർക്കാർ സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് ആ സർക്കാർ സ്ഥാപനത്തിൻ്റെ എംപ്ലോയി സർട്ടിഫിക്കറ്റും വേണം, പേരൻറ്റിൻ്റെ എംപ്ലോയി സർട്ടിഫിക്കറ്റും വേണം. കൂടാതെ നിങ്ങൾ +1 +2 പഠിക്കുന്ന സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റും, നിങ്ങളവിടെ പഠിക്കുന്നുണ്ടെന്ന് പ്രൂഫ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റുമാണ് നിങ്ങൾ അങ്ങനെയുള്ള കേസുകളിൽ ഹാജരാക്കേണ്ടത്. നമുക്ക് സെക്കൻഡ് കാറ്റഗറി നോക്കാം. നിങ്ങൾ മിനിമം ഒരു 5 വർഷമെങ്കിലും കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ 8 തൊട്ട് 12 വരെ പഠിച്ച സ്കൂളിലെ നിങ്ങളവിടെ പഠിച്ചു എന്ന് തെളിയിക്കുന്ന രേഖ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഇതും അപ്ലൈ ചെയ്യും. അതായത് നിങ്ങൾ 12 വർഷത്തെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പീരീഡിൽ നിങ്ങൾ 5 വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ആ 5 വർഷം കേരളത്തിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന വില്ലേജ് ഓഫീസറിൻ്റെയോ തഹസിൽദാറിൻ്റെയോ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ നോൺ കേരളൈറ്റ് ആണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, എന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിന് പുറത്ത് ജനിച്ചവരുണ്ടാവും, പക്ഷേ പേരൻസ് ഇവിടെ തന്നെ ആയിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഇൻ കേസ് നോൺ കേരളൈറ്റ്സ് ആണെങ്കിൽ എന്ത് കാറ്റഗറിയിലാണ് പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ. കാരണം അത് ശ്രദ്ധിച്ച് പ്രോസ്പെക്ട്സ് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. കാരണം കീം ചാനൽ വഴിയാണ് നിങ്ങൾക്ക് കേരളത്തിലേക്കുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ, ഇപ്പോൾ MBBS ആയിക്കോട്ടെ, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, അങ്ങനെ വിവിധ കോഴ്സുകളിലേക്ക് BDS, യുനാനി, സിദ്ധ, ആയുർവേദ, അഗ്രികൾച്ചർ, വെറ്റിനറി, അങ്ങനെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ മുഴുവൻ നടക്കുന്നത് ശരിക്കും കീമിൻ്റെ ചാനൽ വഴിയാണ് കേരളത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ തന്നെ വേണം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ. എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും പാടുള്ളൂ. സോ ഇനി കൂടുതലായിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് വീഡിയോസും ബാക്കി ഇൻകം സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് വീഡിയോസും കീമിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം XYLEM KEAM ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.